ഉക്രൈൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം, 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. കീവിലെ ഇന്ത്യൻ എംബസിയാണ് വിവരം പുറത്തുവിട്ടത്. MG ഏജിയൻ റാഗ്നർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിൽ ആകെ 4 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് സർവീസുകളുടെ മറവിൽ KSRTCയിൽ വൻ സാമ്പത്തിക തിരിമറി. പുരുഷന്മാരായ യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് തുക പൂർണ്ണമായി ഈടാക്കിയ ശേഷം വനിതകൾക്ക് നൽകുന്ന സീറോ വാല്യൂ ടിക്കറ്റുകൾ നൽകിയാണ് ചില ജീവനക്കാർ തട്ടിപ്പ് നടത്തുന്നത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി 3 കണ്ടക്ടർമാർക്ക് വിജിലൻസ് വിഭാഗം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ദേശീയ യോഗ്യതാ പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യം മുഴുവൻ കനത്ത പ്രതിഷേധം അലയടിക്കുന്നതിനിടെ പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ചു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പുവരുത്തലും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള കർശനമായ നിയമ ഭേദഗതിയുമാണ് പുതിയ മന്ത്രിയുടെ പ്രധാന പരിഗണനയിൽ വരുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 2ാം മെഡൽ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം ഋഷികാന്ത സിംഗ് വെള്ളി മെഡൽ നേടി. മത്സരത്തിനിടെ സ്നാച്ച് വിഭാഗത്തിൽ 121 കിലോഗ്രാം ഭാരം ഉയർത്തി താരം കോമൺവെൽത്ത് ഗെയിംസിലെ റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. തെക്കൻ ചൈനയിൽ ആഞ്ഞടിച്ച് നൌൽ ചുഴലിക്കാറ്റ്. ഇന്ന് പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് കരയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. ജാഗ്രതാ നടപടിയുടെ ഭാഗമായി രാജ്യത്തെ ദേശീയ കാലാവസ്ഥാ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വർഷം ചൈനയിലെത്തുന്ന 12ാമത്തെ ചുഴലിക്കാറ്റായ നൌൽ തെക്കൻ തീരപ്രദേശത്ത് നിന്നും ഗ്യാങ്ഡോങ് പ്രവിശ്യയിലേക്ക് നീങ്ങി തുടങ്ങിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ. സമകാലിക രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയിലും പെരുകുന്ന അഴിമതിയിലും അതൃപ്തി പ്രകടിപ്പിച്ചാണ് 79-കാരനായ അദ്ദേഹം ഈ നിർണായക തീരുമാനം എടുത്തത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കുന്ന നിലപാടുകളോട് എന്നും എതിർപ്പുണ്ടായിരുന്നുവെന്ന് സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി പോലീസിനെതിരെ പൊട്ടിത്തെറിച്ച് G. സുധാകരൻ MLA. ആലപ്പുഴ നഗരസഭയിലെ UDF കൗൺസിലർമാരുടെ നിലപാടിനെയും സുധാകരൻ പരസ്യമായി ചോദ്യം ചെയ്തു. നഗരസഭയുടെ പരിപാടിയിൽ തനിക്കെതിരെ പ്ലക്കാർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാനോ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാനോ UDF കൗൺസിലർമാർ തയ്യാറെടുത്തില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിഷേധ സാന്നിധ്യത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരമുണ്ടായിട്ടും തനിക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്ന പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെ കോപ്പി അടിച്ചതിനെ തുടർന്ന് MG സർവകലാശാലയിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ടിരുന്ന മാത്യു കുഴനാടൻ MLA MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാക്കിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം. കുഴനാടൻ ഉൾപ്പെടെ 15 പേരെയാണ് സിൻഡിക്കേറ്റിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത് ഉത്തരവിറക്കിയത്. ദക്ഷിണ ചൈനയിൽ വിയറ്റ്നാമീസ് ചരക്ക് കപ്പൽ മുങ്ങി 23 പേരെ കാണാതെ. അപകടത്തിൽ 39 പേരെ കണ്ടെത്തിയതായും മറ്റ് യാത്രക്കാർക്കായി തെരച്ചിൽ തുടരുകയാണെന്നും ചൈന സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. 62 വിയറ്റ്നാമീസ് പൗരന്മാരുമായി പോയ കോയ് ന്യൂയൻ 18 എന്ന ചരക്ക് കപ്പലാണ് ഫിയറി ക്രോസ് റീഫിന് സമീപം മുങ്ങിയത്. പോലീസ് ഔദ്യോഗിക വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയതിനു പിന്നാലെ തൊടുപുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൊടുപുഴ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI NS റോയി, CPO ജിജു ആന്റണി എന്നിവർക്കാണ് സസ്പെൻഷൻ. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് DIG ആണ് നടപടിയെടുത്തത്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.